പറഞ്ഞത് ബി ജെ പിക്ക് വികസനം ചർച്ചയാക്കണമെന്ന്. എന്റെ സുഹൈലെ, ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിക്ക് ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന കാലങ്ങളായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ വികസനം, അതിന്റെ ഇൻഡെക്സുകളൊക്കെ വെച്ചുകൊണ്ട് ആ സംസ്ഥാനം നോക്കൂ, അതുപോലെ കേരളത്തെ ആക്കാമെന്ന് പറഞ്ഞ ഏത് സംസ്ഥാനമുണ്ട് ബി ജെ പിക്ക് വികസനം പറഞ്ഞ? വികസനം ചർച്ചയാക്കുമ്പോൾ ബിജെപിക്ക് എതിരെ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഫണ്ട് അലക്കേഷനിൽ സിസ്റ്റത്തിൽ കോട്ടം വരുന്ന അടക്കമുള്ള കാര്യം തിരിച്ചു ചോദിക്കാം. വികസന പ്രശ്നം വരുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തൽ കൊണ്ട് കേരളത്തിൽ വികസനമില്ല എന്ന് പറയാൻ തൽക്കാലം ബിജെപിക്ക് നിർവാഹമില്ല എന്നുള്ള കേന്ദ്രഭരണം കൊണ്ട് മാത്രമല്ലല്ലോ ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഈ ഗതിയിലേക്ക് പോയത്. അത് എത്രയോ കാലമായി ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ ആ സർക്കാരുകളുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോഴും പിന്നോക്കമാണ് എന്നുള്ളതാണല്ലോ. മറ്റു സംസ്ഥാനങ്ങൾ പിന്നോക്കമാകാനുള്ള കാരണം എന്താണ്? എത്രയോ കാലമായിട്ട് ആ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ്. ആ കോൺഗ്രസ് ഭരിച്ചിരുന്ന നമുക്ക് തന്നെ അറിയാം, ഈ നീതി ആയോഗിൽ നിന്ന്, അത് നേരത്തെയുള്ള ആസൂത്രണ കമ്മീഷൻ ഈ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വീതം വെക്കുമ്പോൾ കേരളത്തിന് അത്ര പ്രാധാന്യം നൽകാറുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വളരെ കുറച്ച് പണം മാത്രമേ മറ്റു സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നൽകാറുണ്ടായിരുന്നുള്ളൂ. അതിന് കേന്ദ്ര സർക്കാർ പലപ്പോഴും, അത് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, UPA സർക്കാരിൻ്റെ കാലത്തും മൊണ്ടേക് സിംഗ് അലുവാലിയ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്ന കാലത്തും പ്രധാനമായും അവർ പറഞ്ഞിരുന്നത് കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വികസിച്ച സംസ്ഥാനമാണ്. ഇനി അങ്ങനെ കേരളത്തിന് അധികം പണം നൽകേണ്ടതില്ല എന്ന കാഴ്ചപ്പാടാണ് മുറുക്കുന്നു എന്ന ആരോപണം അപ്പോൾ ശിഥിരമാകും. ബിജെപിയുടെ ഈ ഒരു നെറേറ്റീവ് വന്നാൽ വികസന കൃത്യമായ ഫണ്ട് എത്തുന്നില്ല, ഈ പറയുന്ന പോലെ കേന്ദ്രത്തിന്റെ വിഹിതങ്ങൾ അതിലും BJPക്ക് പറയാനുണ്ടാവുമല്ലോ. ഇപ്പോൾ PM ശ്രീ പദ്ധതി കേരളം പിന്മാറിയതാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അത്തരം പദ്ധതികൾ പലതിലും കൈകൊടുക്കാതെ നിൽക്കുന്ന കേരളമാണ്. അതിന് കേരളത്തിൻ്റെതായ കാരണമുണ്ടാവാം, സർക്കാരുകളുടേതായ നയത്തിൻ്റെയും നിലപാടുകളുടെയും പ്രശ്നമുണ്ടാകാം. പക്ഷേ അത്തരം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് പലതിനോടും കേരളം മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ നയവും നിലപാടുമായുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ BJP വികസനം പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. സുഹൈൽ, BJP എപ്പോൾ മുതലാണ് കേരളത്തിൽ വികസനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി മാറ്റം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അത് രാജീവ് ചന്ദ്രശേഖർ വന്ന സമയം മുതലാണ്. ഇതിനു മുൻപ് കേരളത്തിൽ BJPക്കും RSSനും ഉണ്ടായിരുന്ന ഫേസ് എന്താണ്? അവർ ശുദ്ധ വർഗീയതയെ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ എന്നുള്ളതായിരുന്നു, മതേതര ചേരിക്ക് വിള്ളലുണ്ടാക്കുന്ന ആളുകൾ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷനായി ആ നിലയിൽ സംഘടനാപരമായി ഒരു ബേസും ഇല്ലാത്ത ഒരാൾ വരികയാണ്. അത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതാണോ? അല്ല. ആ ഫേസ് മാറ്റേണ്ടത് BJPക്ക് കേരളത്തിൽ ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് പരുവപ്പെട്ട നിലയിൽ ഒരാളെ അവതരിപ്പിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ മറ്റു നിലയിലുള്ള ഇടപെടലുകൾക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം വന്ന സമയം മുതൽ അദ്ദേഹം അത് മാത്രമാണ് പറയുന്നത്. വികസനം വികസനം വികസനം. നരേന്ദ്രമോദിജിയുടെ വികസനം എന്ത് നടന്നു? ഒന്നും നടന്നിട്ടില്ല. ഇന്നും പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ ഗുജറാത്തിലെ ചേരി കെട്ടിമറക്കേണ്ടി വരുന്നതാണ് നരേന്ദ്രമോദിയുടെ വികസനം. പക്ഷേ ഇവർ ഇത് ആവർത്തിച്ച് ഗുജറാത്ത് 35 വർഷമായിട്ട് BJP ഭരിക്കുക. അപ്പൊ പണ്ട് കോൺഗ്രസ് ഭരിച്ചോണെന്ന് പറയാൻ പറ്റുമോ? UP വർഷമായിട്ട് ഭരിച്ചോണ്ടിരിക്കുക പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം. കേരളത്തിലെ കുറെ അധികം നിയോജകമണ്ഡലം, ഏതാണ്ട് 30-ലധികം നിയോജക മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ദിലീപിന് അതറിയാലോ. ഏതെങ്കിലും ഒരു മണ്ഡലം പറയോ വികസനം പറഞ്ഞിട്ട് BJP അവിടെ എത്തിയ? ഒരു മണ്ഡലം കേരളത്തിലെ ഒറ്റ മണ്ഡലം പറയാം. അല്ല, BJPയെ സംബന്ധിച്ച് വികസനം പറയാം. ശബരിമല യുവതീ പ്രവേശനവും ശബരിമല സ്വർണ്ണക്കൊള്ളയും അടക്കമുള്ള വിഷയങ്ങൾക്കപ്പുറത്ത് വികസനം പറഞ്ഞ് കേരളത്തിൽ BJP വോട്ട് നേടിയ ഒരു മണ്ഡലം പറയാമോ? ഒറ്റ മണ്ഡലം. അല്ല, ഈ BJP പറയട്ടെ, BJP വികസന മുദ്രാവാക്യം വിളിക്കുന്ന എപ്പോൾ മുതലാണ്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് BJPയുടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. രാമക്ഷേത്രം ഇലക്ഷൻ പ്രചരണ കാലത്ത് മൊത്തം കേൾക്കുന്ന വർഗീയ പ്രചരണം മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.